2 ദിനവൃത്താന്തം 17-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യഹോഷാഫാത്ത്. ആസായിക്ക് ശേഷം മകൻ യഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ തന്റെ നില ഭദ്രമാക്കി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രൈം ദേശത്ത് നിന്ന് തന്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലെയും പട്ടാളത്തെ നിയോഗിച്ചു. തന്റെ പിതാവിന്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരിക്കുന്നതിനാൽ കർത്താവ് യഹോഷാഫാത്തിനോട് കൂടി ഉണ്ടായിരുന്നു. അവൻ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യഹോഷാഫാത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവന്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യൂദായിലെ പൂജാഗിരികളും ആശാര പ്രതിഷ്ഠകളും നശിപ്പിച്ചു. തന്റെ 3-ാം ഭരണവർഷം യഹോഷാഫാത്ത് നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൽ, ഒബാദിയ, സഖറിയ, നെതനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവ്യരായ ഷെമയ, നെഥാനിയ, സെബദിയ, അസഹേൽ, ഷെമിറോമോത്ത്, യഹോനാദാൻ, അദോനിയ, തോബിയ, തോബ് അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ, യഹോറോം എന്നിവരെയും അയച്ചു. അവർ കർത്താവിന്റെ നിയമഗ്രന്ഥവുമായി യൂദ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. യൂദായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ള ഭീതി പരന്നതിനാൽ അവരാരും യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഫിലിസ്ത്യർ ചിലർ യഹോഷാഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റു സമ്മാനങ്ങളും കൊണ്ടുവന്നു. 7700 ചെമ്മരിയാടുകളും 7700 കോലാടുകളും അറബികൾ സമ്മാനിച്ചു. യഹോഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു. യൂദായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു. ജെറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു. ഗോത്രക്രമത്തിൽ അവരുടെ പേരുവിവരം: യൂദാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന, അവന്റെ കീഴിൽ 3,00,000 പടയാളികൾ. രണ്ടാമൻ യഹോഹനാൻ, അവന്റെ കീഴിൽ 2,80,000 പേർ. മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ച അവന്റെ കീഴിലും 2,00,000 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ സൈന്യാധിപൻ എലിയാദ, പരാക്രമിയായ അവന്റെ കീഴിൽ പരിചയും വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ 2,00,000. നാലാമൻ യഹോസബാദ്, അവന്റെ കീഴിൽ ആയുധധാരികൾ 1,80,000. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ.